നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. സുനിൽ കനഗുലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് ഈ പട്ടികയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ എൻട്രിയാണ്. ചില മണ്ഡലങ്ങളിൽ ഇത്തരം സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് കനഗുലു പറയുന്നത്. അതുകൊണ്ട് തന്നെ പട്ടികയിലെ സർപ്രൈസ് എൻട്രികളിൽ ഭൂരിഭാഗവും മത്സരിക്കാൻ ഇറങ്ങുമെന്ന് ഉറപ്പാണ്. ചില മുതിർന്ന പേരുകൾ ഇക്കുറി ഉണ്ടാകില്ലെന്നും നേതാക്കന്മാർക്ക് പെരുന്തച്ചൻ കോംപ്ലക്സ് പാടില്ലെന്നും സതീശൻ പറയുന്നത് ഈ സർപ്രൈസ് എൻട്രി കാരണമാണ്. അതിൽ തന്നെ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മന്റേതാണ്. അച്ചു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. അച്ചുമ്മൻ മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് കനഗുലു പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്ന അച്ചുവിന് വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ പിന്തുണയുണ്ട്. ഇതാണ് കനഗുലുവിനെ ഇരുത്തി ചിന്തിപ്പിച്ച ഘടകം. ഈ ഘട്ടത്തിൽ പ്രധാനമായും 2 മണ്ഡലങ്ങളാണ് അച്ചുവിനായി കോൺഗ്രസ് നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ. അതുമല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന് പകരക്കാരിയായി അച്ചുവിനെ അവതരിപ്പിക്കാമെന്ന ആലോചനയും കോൺഗ്രസിന് മുന്നിലുണ്ട്. ഇതിൽ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനാണ് CPM MLA. ഇക്കുറിയും വാസവൻ തന്നെ മത്സരിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ വാസവനെ വീഴ്ത്താൻ അച്ചുവിന് സാധിക്കുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കോട്ടയം ജില്ല ഉമ്മൻചാണ്ടിയുടെ തട്ടകമാണെന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകളെ വോട്ടർമാർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. തൃപ്പൂണിത്തുറയിലേക്ക് വന്നാൽ ഉമ്മൻചാണ്ടിയുടെ വത്സല രാഷ്ട്രീയ ശിഷ്യൻ കെ ബാബുവാണ് സിറ്റിംഗ് MLA. ബാബു ഇക്കുറി മാറിയാൽ അവിടെ എന്തുകൊണ്ടും അച്ചുമ്മൻ നല്ലൊരു ഓപ്ഷനാണെന്ന് കരുതുന്നവരുണ്ട്. സാമുദായിക സമവാക്യമാണ് ഇവിടെ അച്ചുവിന് എതിർ നിൽക്കുന്ന ഘടകം. എന്നാൽ സമുദായങ്ങൾക്കുമപ്പുറം തലയെടുപ്പോടെ നിൽക്കുന്ന ഘടകമാണ് ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യത. അതുകൊണ്ട് തന്നെ അച്ചുമ്മനെ തൃപ്പൂണിത്തുറ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പിക്കാം. കെ ബാബു നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് തൃപ്പൂണിത്തുറയിൽ സീറ്റ് നൽകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. തന്റെ എല്ലാമായ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സീറ്റ് നൽകുന്നതിൽ കെ ബാബുവിനും ഇരട്ടി സന്തോഷമാണ് ഉള്ളത്. ഫാഷൻ, യാത്ര, ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ വിഷയങ്ങളിലെ കോണ്ടന്റ് ക്രിയേഷനാണ് അച്ചുവിന്റെ ജോലി. ജോലിയുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ വ്യാജമായി പ്രചരിപ്പിച്ച് CPM അച്ചുവിനെ തകർക്കാൻ നേരത്തെ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. വ്യാജ പ്രചാരണങ്ങൾ യശസ്വരനായ പിതാവിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലാണെന്ന് അച്ചുമ്മൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ ശ്രമങ്ങളെല്ലാം തന്നെ അച്ചുവിന്റെ സ്വീകാര്യത കേരളത്തിൽ വർദ്ധിപ്പിച്ച ഘടകമാണ്. മുന്നിൽ നിന്ന് നയിക്കാനുള്ള കഴിവും അച്ചുവിനുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് വേണ്ടി കളം നിറഞ്ഞ് ഇറങ്ങിയതോടെയാണ് ആ പേര് ഉയർന്നു കേൾക്കുന്നത്. പുതുപ്പള്ളിയിലെ MLA ആയ ചാണ്ടി ഉമ്മനെയാണ് ആദ്യം സൈബർ സഖാക്കന്മാർ ടാർഗറ്റ് ചെയ്തത്. ചാണ്ടി ഉമ്മന്റെ വേഷവിധാനങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളാണ് സൈബർ ഇടങ്ങളിൽ സഖാക്കന്മാർ ഒട്ടിച്ചത്. സ്ഥാനാർത്ഥിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ചർച്ചയാകേണ്ട ഇടമാണ് തെരഞ്ഞെടുപ്പ് വേദികൾ. അവിടെ സ്ഥാനാർത്ഥി വസ്ത്രധാരണ രീതികളൊന്നും ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്ന് പക്ഷേ സൈബർ സഖാക്കന്മാർ ഓർത്തില്ല. ചാണ്ടി ഉമ്മനെ പരിഹസിക്കുന്നതിന്റെ ഗുണം തിരിച്ചടിക്കുമെന്ന ഭയത്തിൽ സഖാക്കന്മാർ പിന്നീട് ലക്ഷ്യമിട്ടത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെയാണ്. അച്ചുവിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി ചൊറിയുകയാണ് സൈബർ പോരാളികൾ ചെയ്തത്. ആക്രമണം അതിരുവിട്ടതോടെ കടുത്ത ഭാഷയിലാണ് അച്ചുമ്മൻ പ്രതികരിച്ചത്. ചെറിയൊരു നേട്ടത്തിന് പോലും ഉമ്മൻചാണ്ടിയുടെ പേര് ദുരുപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് അച്ചുമ്മൻ പറഞ്ഞു. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ അഴിമതി ആരോപണങ്ങളുടെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് പിതാവിന്റെ പേര് ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് ചങ്കൂറ്റത്തോടെ അച്ചു എന്ന് വിളിച്ചു പറഞ്ഞത്. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് അണികളെന്നും ചൂണ്ടിക്കാണിക്കാം.